ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബൗളിനകത്തോട്ടേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞതാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പ് വളരെ കുറച്ച് മതി. ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടൊക്കെ വേണ്ടവർക്ക് അതിന് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാബേജ് അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് അരിഞ്ഞത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും നല്ല വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഒരു 2-3 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പച്ചമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കയറി നിൽക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് വളരെ കുറച്ച് മാത്രം ഒന്ന് ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ പാനിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്നും അങ്ങ് തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസ് ഒക്കെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ മുട്ടയുടെ ഒരു മിക്സിൻ്റെ അകത്ത് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓംലെറ്റൊക്കെ പെട്ടെന്ന് തയ്യാറായി കിട്ടുമല്ലോ. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊന്ന് ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സാൻഡ്വിച്ചിനകത്തോട്ടേക്ക് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്തേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് അതേ പാനിനകത്തോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്ത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ നല്ലതുപോലെ ഉരുകി വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് 2 സ്ലൈസ് വൈറ്റ് ബ്രെഡാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന റെഗുലർ ബ്രെഡ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ബട്ടർ നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും വേണമെങ്കിൽ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. നന്നായിട്ട് ബട്ടർ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒന്ന് റെഡിയായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു എഗ് ഓംലെറ്റ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതായത് സാൻഡ്വിച്ചിൽ നല്ല ഫിക്സ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സാൻഡ്വിച്ച് ചീസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. മൊസറല്ല ചീസോ ചെദാർ ചീസോ ഏതാ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറുതീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അതായത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ചീസ് അങ്ങ് മെൽറ്റ് ആവാൻ തുടങ്ങും. കാരണം ആ എഗ് ഓംലെറ്റും എല്ലാം നല്ല ചൂടുള്ളത് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചീസ് നന്നായിട്ട് മെൽട്ടായിട്ട് വരും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വളരെ നല്ലതായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ രാവിലെ ആണെങ്കിലും അതില്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.